തന്റെ ഇടത്തോടെ എമ്പുരാൻ സിനിമയെടുത്ത പൃഥ്വിരാജിനെ അഭിനന്ദിക്കുന്നെന്ന് മന്ത്രി സജി ചെറിയാൻ. കേരളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് വ്യത്യസ്തമായതും ലോക സിനിമയോട് കിടപിടിക്കുന്ന സിനിമയാണ് എമ്പുരാൻ എന്നും സജി ചെറിയാൻ പറഞ്ഞു. സാമൂഹ്യമായ പല പ്രശ്നങ്ങളും സിനിമയിൽ പ്രതിഫലിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ കേരളത്തിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാണ് സിനിമ. അതിൻ്റെ ടെക്നോളജി വളരെ കാണേണ്ടതാണ്. ലോക സിനിമയോട് കിടപിടിക്കുന്ന ടെക്നോളജിയാണ്. തൻ്റെ ഇടത്തോടു കൂടി ഇങ്ങനെ സിനിമ നിർമ്മിച്ച പൃഥ്വിരാജിന് ഒരു അഭിവാദ്യം ഞാൻ അർപ്പിക്കുക. വാർത്തയുടെ വിവരങ്ങളുമായി ഷീജ. സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും എമ്പുരാന് വലിയ രീതിയിലുള്ള ഒരു വിമർശനം, ഒപ്പം തന്നെ പൃഥ്വിരാജിനെയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായ സമയത്താണ് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ പൃഥ്വിരാജിനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും നന്ദു, ഏതായാലും എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് എമ്പുരാൻ സിനിമയുടെ ക്രൂവിന് നേരെ സംവിധായകരും നടന്മാർക്കും അടക്കം എതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും. ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ ഒരു പിന്തുണ ഈ സിനിമയ്ക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ സിനിമ കാണുകയും അതിലുള്ള പ്രതികരണം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അതിന് പിന്നാലെ നിരവധി മന്ത്രിമാരാണ് ഈ സിനിമ കണ്ടത്. ഇന്നിപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതിൽ അതായത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു സിനിമ അത് തന്നെയാണ് എമ്പുരാൻ എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാവരും, മലയാളികൾ എല്ലാവരും ഈ സിനിമ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. സാമൂഹ്യമായ പല പ്രശ്നങ്ങളും ഈ സിനിമയിൽ പ്രതിഫലിക്കുന്നുണ്ട്. തന്റെ ഇടത്തോടെ ഈ സിനിമ എടുത്ത പൃഥ്വിരാജിനെ അഭിനന്ദിക്കുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു. ഒരു സിനിമയാകുമ്പോൾ സാമൂഹിക പ്രശ്നങ്ങൾ പലത് ഉന്നയിക്കുന്നതായിരിക്കും. പക്ഷേ കലാരൂപത്തെ കലാരൂപമായി തന്നെ കാണാൻ തയ്യാറാകണം. തെറ്റായ നിലവിലുണ്ടാകുന്ന നീക്കങ്ങൾക്കെതിരെ കേരള സമൂഹം ഒറ്റക്കെട്ടായി നിലനിൽക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് അദ്ദേഹം ഈ സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ മോഹൻലാലിന്റെ ഖേദപ്രകടനം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഏതായാലും എല്ലാവരെയും ഈ സിനിമയിൽ വിമർശിക്കുന്നുണ്ട്. അത്തരത്തിൽ അസഹിഷ്ണുതയുള്ളവരാണെങ്കിൽ എല്ലാവരും ആ രീതിയിൽ വേണ്ടേ കാണാൻ, പക്ഷേ കലയെ കലയായി മാത്രം കാണാൻ എല്ലാവരും തയ്യാറാകണം എന്നുകൂടിയാണ് മന്ത്രി വ്യക്തമാക്കിയത്. ശരി, എസ് ഷീജയാണ് തിരുവനന്തപുരത്തു നിന്നും വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.